മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാളം ഫസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് വിശ്വം ദീപമയം എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്, എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത്, അല്ലെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാഠഭാഗത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ടീച്ചർക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് ഗുണാത്മകമായിട്ടുള്ള അല്ലെ വളരെ പോസിറ്റിവിറ്റി തരുന്ന ഒരുപാട് ചിന്തകളിലൂടെ എന്താണ് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പാഠഭാഗമാണ് വിശ്വം ദീപമയം എന്ന് പറയുന്ന കാവ്യഭാഗം. മഹാകവി ഉള്ളൂരിന്റെ കൽപ്പശാഖിയിലുള്ള ഒരു കവിതയാണ് വിശ്വം ദീപമയം എന്ന് പറയുന്ന കവിതാഭാഗം. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഈ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് നമുക്ക് നോക്കാം. എല്ലാം അല്ലെ, ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളൊക്കെ എന്താണ്, എല്ലാം ഈശ്വരന്റെ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, മനുഷ്യനും അല്ലെ സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ് അല്ലെ ജീവിതം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രമല്ല അല്ലെ, സുഖവും ദുഃഖവും ഒക്കെ എന്താണ് ഇടകലർന്നിട്ടുള്ളതാണ്. ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്ന് ഇടശ്ശേരി പാടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഇടകലർന്നിട്ടുള്ളതാണ് നമ്മളുടെ ജീവിതം എന്നാണ് നമ്മളുടെ കവിത പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ജീവിതത്തിൽ ദുഃഖം ഉണ്ട് എന്ന് കരുതി നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വേദനിച്ചിരിക്കുന്നതിൽ എന്താണ് കാര്യം അല്ലെ. ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള ഓരോന്നിനും എന്താണ് സ്ഥാനമുണ്ട് അല്ലെ. അപ്പൊ സുഖത്തിനും ദുഃഖത്തിനും ഒക്കെ സ്ഥാനം നൽകേണ്ടത് ഈശ്വരന്റെ കടമയാണ് എന്നാണ് ഉള്ളൂർ പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, രാവും പകലും ഉണ്ടാകേണ്ടതാണ് അല്ലെ. അതുപോലെ സുഖദുഃഖങ്ങളും ജീവിതത്തിൽ ഉണ്ട് എന്നതുപോലെ തന്നെയാണിത്. രാത്രി ഉണ്ടെങ്കിൽ അതിനൊരു പകലുണ്ടാവും, പകലുണ്ടാവുമ്പോൾ ഒരു രാത്രി ഉണ്ടാവും. അപ്പൊ സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടെങ്കിൽ തിരിച്ചെന്ത് ചെയ്യും, സന്തോഷം വരും അല്ലെ. അപ്പൊ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷങ്ങൾ മാത്രമാണെങ്കിൽ നമുക്ക് സുഖത്തെക്കുറിച്ച് അല്ലെ, സുഖം എന്താണ് എന്നുള്ളതിൻ്റെ ആ ഒരു ശരിയായ അർത്ഥത്തിൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം വിഷമം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് ഈ സുഖം അല്ലെ സന്തോഷത്തെക്കുറിച്ചുള്ളൊരു യഥാർത്ഥത്തിലുള്ള ഒരു ആസ്വാദനം നമുക്ക് നേടാൻ സാധിക്കുള്ളൂ അല്ലെ. പിന്നെന്താണ്, സൂര്യനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. സൂര്യൻ പൊലിഞ്ഞു പോയാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആകാശത്ത് നക്ഷത്ര നിരങ്ങളെ അല്ലെ, നക്ഷത്രങ്ങളെ തെളിയിച്ചുകൊണ്ട് ഈശ്വരൻ നമുക്ക് വെളിച്ചമാവുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ ഒരു വേദനയിലും ദുഃഖത്തിലും നമ്മൾ അപ്പാടെ ദൈവം എന്ത് ചെയ്യില്ല, നമ്മളെ കൊണ്ടുപോയി ഇടില്ല അല്ലെ. അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒരു പ്രകാശം അല്ലെ, ഇരുട്ടുള്ള ആകാശത്തില് മിന്നാമിനുകുകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ വെളിച്ചമാകുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ അല്ലെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് പറയുന്നത് കേട്ടോ. അതുപോലെ മനുഷ്യന്റെ അനുസരിച്ച് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അല്ലെ. പകല് അധ്വാനത്തിന്റെ സമയമാണ്, അതുകൊണ്ട് പകൽ മാക്സിമം അല്ലെ ആളുകൾ ജോലിയൊക്കെ ചെയ്യാണ്. അപ്പൊ രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ഉറങ്ങുന്ന സമയമാണ് അല്ലെ. അപ്പൊ രാത്രി വിശ്രമിക്കണം. അതുകൊണ്ട് രാത്രിയിൽ എന്ത് മതി, നക്ഷത്രത്തിന്റെ വെളിച്ചം മതി. അത് അങ്ങനെ വളരെ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങളും ആര് തീരുമാനിച്ചു വെച്ചെന്നാണ് പറയുന്നത്, ഈശ്വരൻ അല്ലെ നിർമ്മിച്ചു വെച്ചതാണെന്നാണ് കവി പറയുന്നത് അല്ലെ. സന്ധ്യയായാൽ വെളിച്ചമേകാൻ അതിയായ ആഗ്രഹത്തോടുകൂടെ മിന്നാമിനുങ്ങ് വരെ കാത്തിരിക്കുന്നു അല്ലെ. അതായത് തന്നെ കൊണ്ടാവുന്നത് പോലെ എന്ത് ചെയ്യാണ്, ചുറ്റുള്ളവർക്കും അല്ലെ ചുറ്റുമുള്ളവർക്ക് ഒരു പ്രകാശമാവാൻ മിന്നാമിനുങ്ങുകൾ കാത്തിരിക്കുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത് മനുഷ്യന്. പക്ഷെ എന്ത് ചെയ്യാണ്, തീക്കോലുരച്ച് അല്ലെ, കയ്യിലുള്ള തീക്കോലുരച്ച് സ്വയം വെളിച്ചമാവാൻ, പ്രകാശമാവാൻ, മറ്റുള്ളവർക്ക് നന്മയാവാൻ മനുഷ്യന് മാത്രം ബുദ്ധിമുട്ട് എന്നാര് ചോദിക്കുകയാണ്, കവി കാവ്യഭാഗത്ത് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇനി വരാൻ പോകുന്നതും വന്ന് അനുഭവിച്ചതുമായിട്ടുള്ള ദുഃഖങ്ങളെ ഓർത്ത് അല്ലെ വിവേകശാലികളായിട്ടുള്ള ആളുകൾ അല്ലെ കവിതയിൽ പറയുന്നുണ്ട്, ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കഴിഞ്ഞതോർത്തിട്ടോ ഇനി വരാനുള്ളത് ഓർത്തിട്ട് വേദനിക്കുകയില്ല അല്ലെ. അതിനെക്കുറിച്ച് അയ്യോ അമ്മേ എന്നൊന്നും പറഞ്ഞ് കരയില്ല. കാരണം അവർക്കറിയാം അല്ലെ, ഇതൊക്കെ ഒരാൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഒക്കെ അതിന്റെ സമയമാകുമ്പോൾ നമ്മളെ വിധി പോലെ ഇതൊക്കെ നടക്കും അല്ലെ എന്ന് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല അല്ലെ. ഇത് ചില ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും നെഗറ്റീവ് മാത്രം ആലോചിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വേദനകളിലൂടെ അല്ലെ ചിന്തിച്ച് കടന്നു പോകും എന്നാണ് കവി പറയുന്നത്. ഇനി നാളത്തെ പ്രഭാതം സന്തോഷമായിരിക്കുമെന്ന വിശ്വാസത്തോടെ അല്ലെ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രതീക്ഷയാണെന്നാണ് പറയുന്നത് അല്ലെ. അതായത് രാത്രി നമ്മൾ ടൈം ടേബിളൊക്കെ എടുത്തു വെച്ച് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, രാവിലെ എണീക്കാനാണ് അല്ലെ. അപ്പൊ ആ ഒരു കിടത്തം എന്തിനുള്ളതാണ്, രാവിലെ എണീക്കുന്നുള്ള പ്രതീക്ഷയാണ് അല്ലെ. അപ്പൊ ആ ഒരു ചെറിയ പ്രതീക്ഷ മാത്രം മതി നമ്മളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും എന്നാണ് ആര് പറയുന്നത്, കവി പറയുന്നത് കേട്ടോ. അപ്പോൾ നൈരാശ്യവും ദുഃഖവും മനസ്സിലുള്ളവന് ഏത് നട്ടുച്ചയും രാത്രിയായി അനുഭവപ്പെടുമെന്നും, അതായത് നമുക്ക് ഉള്ളിൽ എപ്പോഴും നെഗറ്റീവ് കാണുന്ന ഒരാൾക്ക്
എത്ര വെളിച്ചമുള്ള സ്ഥലമാണെങ്കിൽ അത് ഭയങ്കര ഇരുട്ടായിട്ട് തോന്നുന്നതാണ് പറയുന്നത്. അതേപോലെ ശുഭാപ്തി വിശ്വാസമുള്ള ഒരാൾക്ക് അല്ലെ, എല്ലാത്തിലും പോസിറ്റീവായിട്ട് കാണുന്ന, നല്ല പ്രതീക്ഷയോടെ കാണുന്ന ഒരാൾക്ക് എന്താണ്, ഏത് രാവും ഏത് രാത്രിയും ഏതാണ്, സൂര്യദീപ്തമായ പകൽ പോലെയാണെന്നല്ലേ, അത്ര പ്രകാശഭരിതമായിട്ടുള്ള അല്ലെ വെളിച്ചം നിറഞ്ഞിരിക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെടുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ആശയം അല്ലെ. എന്താണ് വിശ്വം ദീപമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ പ്രകാശം നിറക്കട്ടെ എന്നാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ആ പ്രകാശം എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്, നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തിന്റെ, നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള അല്ലെ, നമ്മളുടെ ചിന്തയുടെ, പ്രതീക്ഷകളുടെ ഒക്കെ ഒരു പ്രകാശത്തെയാണ് കവി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ അല്ലേ ഒരുപാട് തരത്തിലുള്ള വിഷമങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിലൊക്കെ നമുക്കൊരു നന്മ കണ്ടെത്താനും, അല്ലെങ്കിൽ അല്ലേ നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ ഒരു ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാ കാലവും അത് അങ്ങനെ തന്നെ നിലനിൽക്കില്ല അല്ലേ, അതൊക്കെ മാറി നല്ല കാലം വരും എന്നതിനൊക്കെ സൂചനയാണ് അല്ലെ ഈ ഒരു കവിതാഭാഗത്തിൽ കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പാഠഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ളത് എന്താണ്, വിശ്വം ദീപമയം എന്ന തലക്കെട്ടിന്റെ ഔചിത്യമാണ് അല്ലേ. അപ്പോൾ ഉള്ളൂരിന്റെ കവിതയായ സംഗീതത്തിലെ വരികളാണ് വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം എന്ന് പറയുന്നത് കേട്ടോ. ഈ വിശ്വം ദീപമയം എന്ന പേര് പോലും എന്താണ്, ഒരു കവിതയിലെ വരിയാണ് വിശ്വം ദീപമയം എന്നുള്ളത്. അപ്പൊ കയ്യില് വിളക്കുമായി എത്തുന്ന ആൾക്ക് അല്ലെ ലോകം മുഴുവൻ വെളിച്ചമുള്ളതായിട്ട് അനുഭവപ്പെടുകയാണ്. അതായത് വളരെ പോസിറ്റീവുള്ള ആയിട്ട് വരുന്ന ഒരാൾക്ക് എന്താണ്, അയാൾ കാണുന്നതൊക്കെ പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ വിളക്ക് കൈവശമുള്ളവൻ എന്താണ്, എല്ലായിടത്തും പ്രകാശമാണ് അല്ലെ. അപ്പൊ അത് ആ നന്മയുടെ പ്രതീകമാണ് അല്ലെ. അപ്പൊ അത് അറിവിന്റെ പ്രതീകമായിട്ട് നമുക്ക് കാണാം. നന്മയും അറിവും കൈവശമുള്ളവന് എപ്പോഴും എന്താണ്, സന്തോഷത്തോടു കൂടെ ജീവിക്കാനാവും എന്നാണ് പറയുന്നത്. ഇങ്ങനെ സംതൃപ്തമായ മനസ്സുള്ളവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് വഴികാട്ടാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ലോകത്തെ എന്താണ് സവിശേഷമാക്കാൻ സാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് പ്രകാശമുള്ള, അല്ലെങ്കിൽ വളരെ എന്താണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നിറയുന്ന അല്ലെ പ്രകാശമുള്ള ലോകമാണ് എന്ത് ചെയ്യുന്നത്, എല്ലാ നന്മകളും ഉണ്ടാക്കുന്നത് എന്നാണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗത്തിന് അല്ലെ വിശ്വം ദീപമയം എന്ന് പറയുന്ന ഒരു തലക്കെട്ടും കവി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ അല്ലേ നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ലെ എസ്സേക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് ബാക്കിയുള്ള പാഠങ്ങളൊക്കെ സുഖമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്കിനി ഏതെങ്കിലുമൊക്കെ പാഠഭാഗത്തിൻ്റെ വീഡിയോസ് ഇതുപോലെ അല്ലെ ഷോർട്ട് വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് കമൻറ്റ് ചെയ്യുക അല്ലെ, ഏതൊക്കെ പാഠത്തിൻ്റെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഉള്ളത് മക്കൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.